പുലി പൂർണ്ണമായും മയങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വലയിലേക്ക് മാറ്റി അതിനെ കൊണ്ടുപോവുകയാണ്. എനിക്ക് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. മേപ്പാടി നെടുമ്പാലയിലെ 3-ാം നമ്പർ എസ്റ്റേറ്റിലാണ് ഇന്ന് ഇങ്ങനെ കെണിയിൽ പുലി കുടുങ്ങിയത്. ഉടൻ തന്നെ വനപാലകർ സ്ഥലത്തെത്തുകയായിരുന്നു. അല്പസമയം മുമ്പ് പുലിയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. പിന്നീട് ഇപ്പോൾ പുലിയെ മയങ്ങിയതിനു ശേഷം അതിനെ ഇപ്പോൾ മലയിലേക്ക് മാറ്റി കൊണ്ടുപോവുകയാണ്. നിലവിലിപ്പോൾ അതിന്റെ ആരോഗ്യ പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. ഒരു പ്രാഥമിക പരിശോധന മാത്രമാണ് നിലവിലിപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിന് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള അനീസ് തുടർന്ന് ഇതിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ട്രാക്ടറിലേക്ക് കൂട്ടിൽ നിലവിൽ അതിനെ സുൽത്താൻ ബത്തേരിയിലെ കുപ്പാടിയിലെ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്കാണ് അതിനെ മാറ്റുക. ഇപ്പോൾ നിലവിൽ അതിനെ കൊണ്ടുപോകാൻ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ട്രാക്ടറിൽ സജ്ജമാക്കിയിട്ടുള്ള കൂട്ടിലേക്ക് അതിനെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ മയക്കൊടി വെച്ചതിന് ശേഷം അതിനെ മയങ്ങാനുള്ളൊരു സമയം ഒരു 15 മിനിറ്റോളം നേരം, ഒരു 10 മിനിറ്റ് നേരമാണ് അതിനെ എടുത്തത്. അതിനുശേഷം പിന്നീട് ആ കുരുക്കിൽ നിന്ന് അതിനെ അഴിച്ചതിന് ശേഷം വലയിലേക്ക് മാറ്റി വലയിൽ കയ്യിൽ ചുമന്നുകൊണ്ടാണ് പിന്നീട് ട്രാക്ടറുള്ള സ്ഥലത്തേക്ക് ആളുകൾ RRT സംഘം അതിനെ എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഈ ട്രാക്ടറിൽ സജ്ജീകരിച്ചിട്ടുള്ള ആ ഒരു കൂട്ടിലേക്ക് അതിനെ കയറ്റി കഴിഞ്ഞു. ഒരു അല്പസമയത്തിനകം ഇവിടെ നിന്ന് സുൽത്താൻ ബത്തേരിയിലെ കുപ്പാടിയിലെ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റും. അവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും ഇതിന് ഒരുപക്ഷെ ആന്റിഡോസ് നൽകുക. അതിനുശേഷം പിന്നീട് അതിന്റെ ആരോഗ്യ പരിശോധനകളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് അതിനെ മാറ്റാനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പൂർണ്ണമായും ആ ഒരു കൂട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞതിന് ശേഷം വല ഊരി മാറ്റിയതിന് ശേഷം വേണം ഇവർക്ക് അവിടെ നിന്ന് കൂടടച്ചതിന് ശേഷം ഇവിടെ നിന്ന് പോകാൻ. ഇപ്പോൾ ആ വല ഊരി മാറ്റുന്ന തരത്തിലുള്ള നടപടികളാണ്. നമ്മൾക്ക് ആ ഒരു കുരുക്കിൽ ഇവരിട്ട ഒരു കുരുക്കുണ്ടായിരുന്നു. ആ കുരുക്കിൽ നിന്നും അതിനെ ഇപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഈ കൂടിന്റെ ഡോർ അടച്ചതിന് ശേഷം ആ കൂട്ടിൽ കയറിയാണ് അവർ. വളരെ അപകടകരമായ രീതിയിലാണ് ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുലി മയങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇത്ര ധൈര്യത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ അത് ഉണരുകയാണെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ അതിന് ഒരു ഡോസ് കൂടി നൽകുന്ന ഒരു ദൃശ്യം നമ്മൾ അതിന് ഗ്ലൂക്കോസ് നൽകുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഏതായാലും അത് അവശനായതുകൊണ്ട് അതിന് മരുന്ന് നൽകുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും അതിന് കിട്ടിയ സുരക്ഷിതമായി ലഭിച്ച ആദ്യഘട്ടത്തിൽ അതിന് മരുന്ന് നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മരുന്ന് അതിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനെ ട്രിപ്പിട്ട് അതിലെ നൽകുന്നൊരു ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അതിനെ ഇവിടെ നിന്ന് മാറ്റും. പക്ഷേ സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള സമയവും അതിന് ചികിത്സ നൽകാതിരിക്കുക എന്നത് ആശാസ്യമല്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതിനെ
സാധാരണഗതിയിൽ ട്രിപ്പ് ഇടുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. ഒരുപക്ഷെ ഗ്ലൂക്കോസ് നമുക്കറിയില്ല ഏതാണ്. വെറ്റിനറി സർജന്റെ നേതൃത്വത്തിലാണ് അത്തരം ചികിത്സകളെല്ലാം നൽകുന്നത്. ഏതായാലും ഇപ്പോൾ അതിന് പ്രാഥമികമായി നൽകാവുന്ന ചികിത്സകളാണ് നൽകുന്നത്. അതിന്റെ മുറിവിനോ മറ്റോ ഉള്ള ചികിത്സയല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനാവുന്നുണ്ട്. അതിന് ആരോഗ്യം, അത് പൂർണ്ണാരോഗ്യം വീണ്ടെടുക്കാൻ ആവശ്യമായ അതിന് ജീവൻ അപകടമുണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക ചികിത്സകളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് കൂടി പൂർത്തിയായതിനു ശേഷം ഇവിടെ നിന്ന് വാഹനം, ഈ ട്രാക്ടർ പിന്നീട് സുൽത്താൻ ബത്തേരിയിലെ കുപ്പാടിയിലേക്ക് മാറ്റും. ഇപ്പോൾ ഏതായാലും ഒരു മരുന്ന് നൽകുന്ന പ്രോസസ്സാണ് നടന്നിരിക്കുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം സുരക്ഷിതമായി. വലിയ തരത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വനം വകുപ്പിന്റെയോ RRT സംഘത്തിന്റെയോ വെറ്റിനറി സർജന്റെയോ ഒന്നും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മണിക്കൂറുകളോളം ഒരു കമ്പിവേലിയിൽ കുരുങ്ങിയ ഒരു പുലിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രാഥമികമായി അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് അതിന് പ്രാഥമികമായി വളരെ പെട്ടെന്ന് നൽകേണ്ട ചികിത്സ ആണ് ഇപ്പോൾ നൽകുന്നത്. അത് പക്ഷേ സുൽത്താൻ ബത്തേരിയിലെ കുപ്പാടിയിലുള്ള വന്യമൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് എത്താൻ വരെ കാത്തിരിക്കുന്നില്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. വെറ്റിനറി സർജൻ വളരെ അടിയന്തരമായി തന്നെ, വളരെ വേഗത്തിൽ തന്നെ അതിന് ചികിത്സ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രാഥമികമായി നൽകേണ്ട ചികിത്സയാണ് ഇപ്പോൾ നൽകുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇതിനെ സുൽത്താൻ ബത്തേരിയിലെ ആ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും കൃത്യമായി ഇതിന്റെ ആരോഗ്യ പരിശോധനകളെല്ലാം പൂർത്തിയാക്കുക. ഇപ്പോൾ പ്രാഥമികമായി അതിനെ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നതെന്തോ അതിനനുസരിച്ചുള്ള ചികിത്സയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളെയും ജനങ്ങളെയും ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു നടപടി കൂടിയുണ്ട്. ആളുകൾ ഈ ട്രാക്ടർ എടുക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. ആളുകളോട് ഇവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും പൂർണ്ണ സമയവും വെറ്റിനറി സർജൻ ഡോക്ടർ രാജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിൽ ഈ പുലിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും ആ പുലിക്ക് വേണ്ട ചികിത്സ നൽകുകയും പുലിയുടെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അനീസ്, ഇതിന്റെ ആരോഗ്യനില സംബന്ധിച്ച് അത് തന്നെയാണ് അറിയേണ്ടത്. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഇത്തരത്തിൽ കെണിയിൽ കുടുങ്ങി നിൽക്കുകയാണ്. അതിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ അത്തരത്തിൽ ആക്രമണ സ്വഭാവങ്ങളൊന്നും നമുക്ക് കാണാനും കഴിഞ്ഞിട്ടില്ല. ഇതിനെ വിശദമായി നിലവിൽ ഇപ്പോൾ ഈ വനം വകുപ്പും RRT സംഘവും പരിശോധിച്ചിട്ടുണ്ടോ? തീർച്ചയായും എന്തായാലും ഇപ്പോൾ അതിന് പ്രാഥമികമായി നൽകേണ്ട ചികിത്സ നൽകുകയാണ്. സുൽത്താൻ ബത്തേരിയിലെ കുപ്പാടി വന്യമൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റിയതിനു ശേഷമായിരിക്കും പൂർണ്ണമായ ചികിത്സകൾ നൽകുക. ഇപ്പോൾ അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒറ്റനോട്ടത്തിൽ മനസ്സിലായ കാര്യങ്ങൾക്കുള്ള ഒരു വെറ്റിനറി സർജൻ ഡോക്ടർ രാജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിൽ ആണ് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. Excuse me. അങ്ങണ്ടില്ല. പുലിയെ മയക്കുവെടി വെച്ച ശേഷം ഇപ്പോൾ വനം വകുപ്പിന്റെ വാഹനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക കൂട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിന്റെ ആരോഗ്യം സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു. വിശദമായ പരിശോധനയ്ക്കൊക്കെ ശേഷം മാത്രമേ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് അറിയുന്നത്. ഏതായാലും ഇതിനെ ഇനി കുപ്പാടിയിലെ കേന്ദ്രത്തിലേക്ക് മാറ്റും എന്നാണ് അറിയുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഈ പുലിയുമായി വനം വകുപ്പ് അങ്ങോട്ടേക്ക് പുറപ്പെടും. കിട്ടി
പുലിയുടെ 3 ഭാഗവും വളഞ്ഞ ശേഷം അവരെ പുറത്തേക്ക് മാറ്റാൻ പറ്റാത്ത തരത്തിലേക്ക് നിലയുറപ്പിച്ച് ലോക്ക് ചെയ്തു ശേഷമാണ് ദൗത്യത്തിലേക്ക് നീങ്ങിയത്. ആളുകൾ പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റിയ ശേഷം പിന്നീട് നേരെ ഈ വെടിവെക്കുന്ന ദൗത്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. വെടിവെച്ച് 10 മിനിറ്റോളം നെടുമ്പാലയിലെ 3-ാം നമ്പർ എസ്റ്റേറ്റിലാണ് ഇന്നിങ്ങനെ ഒരു പുലി കുടുങ്ങിയത്. ഇപ്പോൾ പുലിയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ ഇപ്പോൾ പാടിയിലെ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ്. അതിന്റെ പ്രൊസീജിയേഴ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടി അനീസ് അലിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.